വന്നാലും രോഗം വന്നാലും നിന്ന വന്നാലും പ്രതിബന്ധം വന്നാലും യേശുവിനെ അറിഞ്ഞവൻ യേശുവിനെ വിടുകയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട്, അറിയേണ്ടതുപോലെ ക്രിസ്തുവിനെ അറിയുക, തിരിച്ചറിയേണ്ടതുപോലെ യേശുവിനെ തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 66 മുതൽ 69 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. വളരെ പരിചിതമായ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സന്ദേശം വിവരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 66 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകെ യേശു പന്തിരുവരോടുകൂടെ, നിങ്ങൾക്ക് പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. കർത്താവിന് 24 ശിഷ്യന്മാരുണ്ടായിരുന്നു. 70 ശിഷ്യന്മാരുണ്ടായിരുന്നു. 500-ലധികം ഉണ്ടായിരുന്നു എന്നൊക്കെ വചനം നമ്മെ പഠിപ്പിക്കുക. കർത്താവിൻ്റെ കൂടെ ജനങ്ങൾ ഏറ്റവും കൂടിയത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കാണാനാണ്. 5 അപ്പത്തിൽ നിന്ന് 5000 പേരുടെ വയറ് നിറയ്ക്കുന്ന അപ്പത്തെ വിളിച്ചു വരുത്തിയ ദൈവം. സ്തോത്രം, സ്തോത്രം. കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ, സ്തോത്രം, ആ വീട് അവിടെ വെച്ചിരുന്ന പാത്രങ്ങളിൽ മുഴുവൻ വീഞ്ഞാക്കി മാറ്റിയ ദൈവം. സ്തോത്രം. കണ്ണില്ലാത്തവന് കണ്ണ് കൊടുത്ത്, സ്തോത്രം, ചെകിടൻ്റെ ചെവി തുറന്ന് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പരകൾ യേശു ചെയ്തു. ഇവർ വിചാരിച്ചത് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ജനങ്ങളെല്ലാം ഓടിക്കൂടി. അവർ വിചാരിച്ച് യേശുവിൻ്റെ ഉള്ള യോഗത്തിന് പോയാൽ വയറ് നിറച്ച് അപ്പവും കിട്ടും, പോകാൻ നേരത്ത് കൊട്ട നിറച്ചു അപ്പം കിട്ടും. സ്തോത്രം. ശ്രദ്ധിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ അത്ഭുതമൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഉപദേശങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. കപ്രതംഭോവിലെ ഒരു പള്ളിയിൽ വെച്ച് കർത്താവ് ഇങ്ങനെ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്തോത്രം, ഉപദേശ വിഷയത്തിൽ, അല്ലെങ്കിൽ കർത്താവ് ഭൂമിയിൽ വന്നത് എന്തിനാണ്, യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് സേവിക്കേണ്ടത്, ആദിയായ കാര്യങ്ങൾ കർത്താവ് വിവരിച്ചപ്പം ശിഷ്യന്മാർ പറയുകയാണ്, ഇത് കഠിനമാക്കാമെന്ന് പറഞ്ഞ് അവരിൽ പലരും യേശുവിനെ വിട്ടുപോയി. കർത്താവ് കൂടെ നിന്ന് ശിഷ്യന്മാരോട് ചോദിക്കാം, നിങ്ങളും പോകുന്നുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല. കാരണം നിന്നിൽ 3 കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. 1, നിന്നിൽ മാത്രം നിത്യജീവന്റെ വചനമുണ്ട്. 2, നീ ആരാന്നറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. 2, നിന്നെ വിശ്വസിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ വിട്ടുപോകുന്നില്ല. വിട്ടുപോകാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. വിട്ടുപോകാതിരിക്കാൻ 2-3 കാരണം മതി. സ്തോത്രം. ഒത്തിരി പേര് വിട്ടുപോയതിന് ഒത്തിരി കാരണമുണ്ട്. അവർ കൊള്ളത്തില്ല, ഇവർ കൊള്ളത്തില്ല, അച്ഛൻ കൊള്ളത്തില്ല, പാസ്റ്റർ കൊള്ളത്തില്ല, പള്ളി കൊള്ളത്തില്ല, മിനിസ്ട്രി കൊള്ളത്തില്ല, യോഗം കൊള്ളത്തില്ല. സ്തോത്രം. അപ്പം വിളമ്പിയതൊത്തില്ല, വീട് പ്രതിഷ്ഠിച്ചോത്തില്ല, കല്യാണം നടത്തിയോത്തില്ല, ശവടക്കിന് വന്നില്ല, നിന്നില്ല, പോയില്ല, ബൊക്ക വെച്ചില്ല, ശോശപ്പയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വഴി കണ്ടപ്പോൾ ചിരിച്ചില്ല, നിന്നപ്പം ചിരിച്ചില്ല, പോയപ്പം ചിരിച്ചില്ല, മരിച്ചപ്പോൾ വീട്ടിൽ വന്നില്ല, വീട്ടിൽ ചെന്ന് പ്രാർത്ഥന നടത്തിയില്ല, അമ്മാച്ചൻ്റെ മോൻ്റെ കല്യാണം നടന്നിട്ടൊന്ന് ഫോൺ വിളിച്ചു പോലുമില്ല. സ്തോത്രം. പിന്നെ തിരിച്ചു വന്നിട്ട് വിശേഷം ചോദിച്ചില്ല. മോള് പ്രസവിച്ചപ്പോൾ ആശുപത്രി വന്നില്ല, വീട്ടിൽ ചെന്ന് കണ്ടില്ല, നിന്നില്ല, നോക്കിയില്ല, പാസ്റ്റർ ചിരിച്ചില്ല, ഭാര്യ ചിരിച്ചില്ല, പാസ്റ്റർ മോൻ വഴിവെച്ച് കണ്ടപ്പോൾ മിണ്ടിയില്ല. പാസ്റ്റർ. അങ്ങനെ വിട്ടുപോകാൻ ഒത്തിരി കാരണമുണ്ട്. പക്ഷെ ചേർന്ന് നിൽക്കാൻ 3 കാരണം അകത്തുണ്ട്. നീ ചേർന്ന് നിൽക്കും. 1, കർത്താവേ, നിന്നിൽ നിന്ന് മാത്രമേ നിത്യജീവന്റെ മൊഴിയുള്ളൂ. അത് വേറെ ഒറ്റ സ്ഥലത്ത് കിട്ടത്തില്ല. അത് നിന്നിൽ നിന്ന് മാത്രം. ഈ നിത്യജീവന്റെ മൊഴി കേട്ടപ്പം നിന്നെ അറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചു. അറിയുക മാത്രമല്ല, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് കിട്ടി. ഇത്രയുമാണ് ഈ വചനത്തിൻ്റെ വെളിപ്പാട്. ഈ 3 ദൂതാണ് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വിട്ടുപോയ ധാരാളം പേര്, ഇപ്പോൾ വിട്ടുപോയവർ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കാം. സ്തോത്രം. വിട്ടുപോകാൻ ഇച്ചിരൊക്കെ കൊതിച്ചിരിക്കുന്നവരും കേൾക്കുന്നുണ്ടാകാം.
സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, വിട്ടുപോകാൻ ഒത്തിരി കാരണമുണ്ട്. പക്ഷേ ചേർന്ന് നിൽക്കാൻ ഒത്തിരി കാരണം വേണ്ട, 2-3 കാരണം മതി. ഞാൻ ആ വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരിക. യേശുക്രിസ്തു ഇങ്ങനെ ദൈവാലയത്തോട് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഇന്ന് ഇച്ചിരി വാക്യങ്ങളൊക്കെ കൂടുതൽ വായിക്കണം. എന്തിനാണെന്നറിയോ? അതെല്ലാം ഇതിനകത്തുള്ളതാണ്. അനിപ്പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ തോന്നിയ കാര്യമൊന്നുമല്ല. ഇതെല്ലാം ബൈബിളിനകത്തെ കാര്യമെന്ന് അറിയാൻ വേണ്ടിയാണ് ചില വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 6-ാം അധ്യായത്തിൻ്റെ ഈ 6-ാം അധ്യായത്തിൽ തന്നെയായിരിക്കും ധ്യാനിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് അങ്ങ് ഇഷ്ടം അങ്ങ് തോന്നും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം ചെറുക്കൊന്നും വലിയ ഇഷ്ടമില്ല, പക്ഷേ ചില സമയത്ത് അങ്ങ് ഭയങ്കര ഇഷ്ടം യേശുവിനോട് അങ്ങ് തോന്നും. നിങ്ങൾക്ക് യേശുവിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? പത്രോസിനോട് ചോദിച്ചു, ഇവയേക്കാൾ അധികം നീ എന്നെ ചോദിക്കുക, നിന്റെ ആ 6000 സ്ക്വയർ ഫീറ്റ് വീടിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. നീ എപ്പോഴും ഈ പൊങ്ങച്ചം പറയുന്ന ബാങ്കിലെ FD-യേക്കാൾ അധികം നീ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ മൂത്ത മോനുണ്ടല്ലോ, കൂടെ നിങ്ങൾ കുട്ടിപ്പിടിച്ച് ലവ് യു എന്ന് ഞുമ്മ കൊടുക്കുന്ന മോനുണ്ടല്ലോ, ആ മോളുണ്ടല്ലോ, അവളെക്കാൾ അധികം നീ യേശുവിനെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവർക്ക് യേശുവിനെ അങ്ങ് ഭയങ്കര ഇഷ്ടമായ, ഭയങ്കര സ്നേഹമായ സമയത്ത് അവർ കർത്താവിനോട് ചോദിക്കുകയാണ്. സ്തോത്രം. 28-ാമത്തെ വാക്യം, അവനവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവർ ചോദിക്കുക, കർത്താവേ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ്, ഇവർ വിചാരിച്ചത്, സ്തോത്രം, കർത്താവ് നടക്കുന്നിടത്തെല്ലാം ഈ വഴി വിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമെന്നാണ് വിചാരിച്ച്. കർത്താവിൻ്റെ മറുപടി കേട്ടോ. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് എബ്രായ ലേഖന കർത്താവ് വിവരിക്കുന്ന സമയത്ത് അവിടെ വിവരിച്ചുകൊണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായർ 11:6, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം കർത്താവ്, നിങ്ങൾ ശ്രദ്ധിക്കണം, യഹൂദന്മാരുടെ പ്രശ്നം, അവർ യേശുക്രിസ്തുവിൽ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അത്ഭുതമൊക്കെ അവർ കാണുമ്പം പറയുന്നുണ്ട്, അത്ഭുതമൊക്കെ കുഴപ്പമില്ല കേട്ടോ, പുള്ളി ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. സ്തോത്രം. ചിലർക്ക് യേശുക്രിസ്തുവിൽ വലിയ വിശ്വാസമൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പോട്ടെ, സ്തോത്രം. ഞാൻ ആ ഭാഗത്തിലോട്ടൊന്നും കയറുന്നില്ല, കാരണം അതെൻ്റെ വിഷയം അല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എന്നേലും വരുമ്പോൾ ഞാൻ പറയാം. സ്തോത്രം. അപ്പം ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇവരെ, നിങ്ങൾക്കറിയാം, ഈ ഇടയുന്നവന്മാരോട് കർത്താവിന് പേടിയൊന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ അവർ തന്നെ ഇടയുവാണെങ്കിൽ നമ്മൾ അവനോട് ഇടയുന്ന കാര്യം പറയാതെ ശ്രദ്ധിക്കും. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രസംഗം. ഒരു വാക്ക് വന്നുപോയ പ്രശ്നമാണ്. മിണ്ടുന്നില്ല. ഒരു വാക്ക് വന്നുപോയ പ്രശ്നമാണ്. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ ഓർക്കും, നമ്മൾ ദൂതന്മാരൊന്നും അല്ലല്ലോ, ചിലപ്പോൾ ഒരു വാക്കൊക്കെ തെറ്റിപ്പോയാൽ. ഞാനൊരിക്കൽ ഒരു മോർണിംഗ് മെസ്സേജിനകത്ത് ഒരു വാക്ക് തെറ്റിപ്പോയി. സ്തോത്രം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക, അത് പറഞ്ഞു വന്നപ്പം ഒരു ഭാഗം തിരിഞ്ഞുപോയി. അയ്യോ, അത് എന്തൊരു പ്രശ്നമായിരുന്നു. എന്നാൽ അത് കേൾക്കുന്നവർക്ക് ഇച്ചിരി ബോധം വേണ്ട. എടാ, അത് പറഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയതാ. അവൻ ദൂതനൊന്നുമല്ല, മനുഷ്യനാന്ന് ഒരു പരിഗണന കൊടുക്കത്തില്ല. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കടാ. അത് വലിയ തെറ്റൊന്നുമല്ല. വേഗത പറഞ്ഞു വന്നപ്പോൾ ഒരു വാക്ക് അങ്ങ്. പണ്ട് ഒരാൾ ബൈബിൾ വായിച്ചപ്പോൾ നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്ന് വായിച്ചപ്പോൾ നീതിമാൻ എന്നേക്കും ഓർമ്മയിരിക്കുമെന്നായിപ്പോയി. പുള്ളിക്ക് മലയാളം അറിയാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. വായിക്കുമ്പോൾ ഒരു കുത്തും കോമായും വിട്ട ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി പലരും വായിക്ക് തരാം. ബൈബിൾ ഒന്ന് വായിക്കോ? വായിച്ച് ശീലമില്ലാത്തവർക്ക് പറ്റുകയില്ല. അവർ വായിച്ചാ പോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. സ്തോത്രം. നമുക്ക് വലിയ ഒരു പരിശുദ്ധാത്മ നിറവിലോട്ടൊന്ന് വരണം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പം ഈ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പിന്നെ അങ്ങനെ പറയാറില്ല. ഞാൻ സംബന്ധിച്ച് ഞാൻ പ്രസംഗിക്കുന്ന വാക്ക് ഒരാൾക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കിയ ഞാൻ ആ വാക്ക് പറയാതെ സൂക്ഷിക്കും. പക്ഷെ യേശു അങ്ങനെയൊന്നുമല്ല. ഇവൻ്റെ അകത്ത് കിടക്കുന്ന എന്തുപദേശം അതിൽ പൊട്ടിക്കുന്ന ദൂത് പറയും. അത് പള്ളി നിന്നോണ്ട് പറയും. വിമർശിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി പറയും. കർത്താവിനൊന്നും ഒരു പേടിയില്ല. അനിപ്പാസിക്ക് ചിലപ്പം പേടിയൊക്കെ കാണുമായിരിക്കും, മനുഷ്യനല്ലയോ. എന്നാലും അത്ര പേടിയൊന്നും ഇല്ല. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. പേടിയുള്ളവരെ ഒന്നും ശുശ്രൂഷ ഏൽപ്പിക്കത്തില്ല. സ്തോത്രം. കാരണം ആദ്യമേ കർത്താവ് പറഞ്ഞ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. എന്നിട്ട് അതിന് 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് തുടങ്ങുക കേട്ടോണേ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകും. കർത്താവ് വെളിപ്പെടുത്തുക, ഞാൻ ആരാന്നറിയോ? ജീവന്റെ അപ്പമാകും. ജീവന്റെ അപ്പമാ. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. ഉറപ്പ് തരിക, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. ആര് വന്നാലും വിശക്കത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. എന്റെ അടുക്കൽ വന്നാൽ നിന്റെ വിശപ്പ് ഞാൻ മാറ്റാം. എൻ്റെ അടുക്കൽ വന്നാൽ നിന്റെ ദാഹം ഞാൻ മാറ്റാം. ഒരു സ്ഥലത്ത് പോയിട്ടും തീരാത്ത ദാഹം നിനക്കുണ്ടെങ്കിൽ ആ ദാഹം മാറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് യേശുവിൻ്റെ സന്നിധിയാണ്. എൻ്റെ അടുക്കലേക്ക് വാ. ദൈവത്തിന് സ്തോത്രം. വേറൊരു ഭാഗത്ത് വരുന്നുണ്ട്, നിന്റെ പിതാക്കന്മാർ മന്ന കഴിച്ചു മരിച്ചു, എന്നാൽ ഞാൻ ജീവന്റെ അപ്പമാ. ഞാൻ കൊടുക്കുന്ന അപ്പം കഴിക്കുന്നവൻ മരിക്കത്തില്ല, അവൻ എന്നേക്കും ജീവിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. അതാ പ്രത്യേകത. നിങ്ങൾ എന്നെ കണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, സ്തോത്രമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് ചോദിച്ചു, യേശുവിലുള്ള വിശ്വാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സ്തോത്രം. 37-ാമത്തെ വാക്യം, പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുക്കൽ വരും. എന്നിട്ട് കർത്താവ് പറയാ, എല്ലാരും എന്റെ അടുക്കൽ വരത്തില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെ, പിതാവ് എനിക്ക് തരുന്നവരൊക്കെ എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരും. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയത്തില്ല. എനിക്ക് ചുമ്മാതെ എടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പിതാവ് എൻ്റെ അടുക്കലേക്ക് വിടുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. സ്തോത്രം. 41-ാമത്തെ വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്ന്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇത് അങ്ങനെ അന്നുകൊണ്ട് ഈ പിറുപിറുക്കുന്നവര് ഇന്നുകൊണ്ട്. കാരണം ഈ കർത്താവ് പറയുന്ന കാര്യം ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? കർത്താവ് പറയും, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് അവർ പറഞ്ഞത് യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസെഫിന്റെ പുത്രനായ യേശു അല്ലയോ? ഇവൻ യോസെഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നുവല്ലോ. അവന്റെ അപ്പനെയും അമ്മയും നമുക്കറിയാമല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ഇവരുടെ അകത്ത് കിടക്കുന്ന ഈ ചിന്തയാ കർത്താവിന് പൊട്ടിക്കേണ്ടി. ഇവന്റെ അപ്പനും അമ്മയും നമ്മുടെ ഇടയിലുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഇവൻ പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാന്ന്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 43-ാമത്തെ വാക്യം കൂടെ വായിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ല. യേശു പറയാ, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കൊന്നും വേണ്ട. സ്തോത്രം. ഇവൻ എന്തുവായി പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇവൻ എന്തുവാ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാന്നോ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മളെല്ലാം യേശുവിൻ്റെ അടുക്ക വന്നത് എങ്ങനെയാണ്? പിതാവ് നമ്മളെ ആകർഷിച്ചത് കൊണ്ടാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നാട്ടുകാർ കളിയാക്കിയിട്ടും വീട്ടുകാർ പുച്ഛിച്ചിട്ടും കൂടെയുള്ളവർ തള്ളിപ്പറഞ്ഞിട്ടും നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വരാൻ കാരണം എന്താ? ഒരുവൻ നിങ്ങളെ ആകർഷിച്ചതാണ്. ഓ ഹല്ലേലൂയ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ അമ്മാച്ചൻ വിശ്വാസത്തിൽ വരണമെന്ന്. അമ്മ വീട്ടുകാരും അപ്പം വീട്ടുകാരും വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ഇന്നുവരെ വന്നിട്ടില്ല. ബൈബിൾ പറയാ, പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കല് വരുവാൻ കഴിയുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം 53-ാമത്തെ വാക്യം കൂടെ വായിച്ച്. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി കർത്താവ് അടുത്ത ഭാഗത്തായിട്ട് കയറുവാ. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും
അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തില്ല? ജീവനില്ല. ജീവനില്ല. പിന്നെ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. നിത്യജീവൻ ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കർത്താവിന്റെ മേശ നടത്തുന്ന സമയത്ത് ദൈവദാസന്മാർ പറയാറുണ്ട്, ആമി ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിൻ്റെ ശരീരത്തിന് നിഴലായ അപ്പവും ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിഴലായ പാനപാത്രവും ഇവിടെ ദൈവദാസന്മാർ എല്ലാ ഞായറാഴ്ചയും വിഭജിച്ചു കൊടുക്കാറുണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അതൊരിക്കലും വസ്തുമാറ്റം നടക്കുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ശരീരമാകുന്നില്ല, ആമി വീഞ്ഞ രക്തമാകുന്നില്ല. അപ്പം തന്നെയാണ്. കാരണം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യാനാ ബൈബിൾ പറഞ്ഞു. ഹല്ലേലൂയ. കണ്ടോ, കർത്താവിൻ്റെ മേശയോട് അടുക്കുമ്പോൾ, കർത്തൃമേശയിൽ ഒരുവൻ ഭാഗവാക്കാക്കി കഴിയുമ്പോൾ ബൈബിള് പറയുക അവൻ്റെ ഉള്ളിൽ ജീവനുണ്ടാകുന്നു. ഹോ ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. 53-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും. വെളിപ്പെടുത്തിയ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. 57-ാം വാക്യം കൂടെ. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവ് ഇതങ്ങോട്ട് വെളിപ്പെടുത്തി. അവര് പറയുകയാണ്, ഇവൻ യോസഫിന്റെ മകനല്ലയോ, ഇവൻ മറിയയുടെ മകനല്ലയോ, അവന്റെ മാതാപിതാക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? അതിന്റെ മേലുള്ള ഭാഗങ്ങളിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന തന്നു, മന്ന കൊടുത്തത് മോശയല്ല, എൻ്റെ പിതാവാണ്. ആ മന്ന കഴിച്ചവരെല്ലാം മരിച്ചല്ലോ, ഇതാ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. എന്നെ തിന്നുന്നവൻ മരിക്കത്തില്ല, അവൻ ജീവിക്കും. ഓ ഹല്ലേലൂയ. ഈ കാര്യം കർത്താവ് അങ്ങോട്ട് വെളിപ്പെടുത്തിയപ്പോൾ സ്വതന്ത്ര ശിഷ്യന്മാര് പറയും, 60-ാമത്തെ വാക്യം, അവന്റെ ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് മതി. ഹല്ലേലൂയ. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ കൺമുമ്പിൽ അവൻ്റെ അപ്പനും നിൽക്കുക, അമ്മയും നിൽക്കുക. സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഈ വിമർശനത്തോട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് സ്തോത്രം 6-ാമത്തെ വാക്യം വായിച്ചേ. 66-ാമത്തെ വാക്യം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അന്ന് തൊട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പലരും പുറകോട്ട് പോയി. ഇനി യേശുവിനെ വേണ്ട, ഈ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, ഈ പറഞ്ഞതിനകത്തൊരു സത്യമില്ല എന്ന് പറഞ്ഞ് കുറച്ചു പേർ മുമ്പോട്ട് പോയി. അപ്പം കുറച്ചു പേര് പോന്നേ കണ്ടുടനെ കർത്താവ് ഇവിടെ ചെന്ന്, അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, അങ്ങനൊന്നും അല്ല, നിങ്ങൾ കൂടെ നിൽക്കണം, അച്ചായം വേണം, അമ്മാമ്മ വേണം, അമ്മാമ്മയാണ് നടുന്നൂട്, അച്ചാനാണ് ഇതിൻ്റെ തൂണ്, ആണിക്കല്ല്, മൂലക്കല്ല് എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പോകാൻ നിൽക്കുന്ന പുള്ളിയോടും ചോദിച്ചു, ഉള്ളവനോടും ചോദിച്ചു, പോകുന്നുണ്ടോ? അവിടെ നിന്ന് ഇനി പ്രസംഗം തുടങ്ങി. ഇതാണ് പശ്ചാത്തലം എന്ന് പറയാനാണ് ഇത്രയും നേരം വന്ന് ഇത്രയും വാക്യമൊക്കെ വായിപ്പിച്ചത്. ഈ കാരണമാണ് വെളിപ്പെടുത്താൻ. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഓരോ പ്രസംഗത്തിനകത്തും തിരുവചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം, എന്നാലേ ക്രിസ്തു ആരാന്ന് പഠിക്കാൻ പറ്റും. ഹലോ, യേശു ക്രിസ്തു ആരാന്ന് അറിഞ്ഞ ഒരുവൻ അണുവട പുറകോട്ട് പോകുകയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കടം വന്നാലും രോഗം വന്നാലും നിന്ന വന്നാലും പ്രതിബന്ധം വന്നാലും യേശുവിനെ അറിഞ്ഞവൻ യേശുവിനെ വിടുകയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അറിയേണ്ടതുപോലെ ക്രിസ്തുവിനെ അറിയുക, തിരിച്ചറിയേണ്ടതുപോലെ യേശുവിനെ തിരിച്ചറിയുക. അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. നമുക്ക് ആ വാക്യത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇനി 66-ാമത്തെ വാക്യം മുതൽ ധ്യാനിക്കാൻ തുടങ്ങുക. വായിക്കാം. അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്ക് പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുറെ പേര് പോയി കഴിഞ്ഞപ്പം എന്നെ നോക്കിക്കണം. പോയി കഴിഞ്ഞപ്പോൾ ഈ പോയവർക്കെല്ലാം ചാക്കോച്ചാനും പോയല്ലോ, തോമാച്ചാനും പോയല്ലോ, രായ്ച്ചാനും പോയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ആരുപോലും രായ്ച്ചാൻ പോകത്തില്ലെന്നാണ് വിചാരിച്ചു. രായ്ച്ചാനും പോയി, ചാക്കോച്ചാനും പോയി. പാപ്പിച്ചാൻ പോകത്തില്ലെന്നാണ് വിചാരിച്ചു. പാപ്പിച്ചാനും പോയി. യോമോൻ പോകത്തില്ലെന്ന് വെച്ചാൽ യോമോനും പോയി.
സക്കരിയ പോകത്തില്ല, അവനും പോയി. ഞങ്ങളും പോണോന്ന് വിചാരിച്ചു ഇങ്ങിരിക്കുമ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കൂടെ പൊയ്ക്കൂടെ? പറഞ്ഞവര് പറഞ്ഞു, എവിടെ പോവാനാ? ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്ക പോവും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അയ്യോ, ഞങ്ങൾ നിന്റെ കൂടെ കൂടിയപ്പം ഞങ്ങൾ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനെ അല്ല കണ്ടത്, വേറൊരൊറ്റ സ്ഥലത്തൊന്നും കിട്ടാത്ത നിത്യജീവന്റെ വചനം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഹല്ലേലൂയ, നിന്റെ വിശപ്പ് തീർക്കുന്ന വചനം. ഇത് അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനം കേൾക്കാനുള്ള ആവല്. എത്ര പേർ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സാത്താൻ ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നേച്ചു പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഒന്ന് തെളിയിക്കാനായിട്ട് ഈ വെള്ളാരം കല്ല് ഒന്ന് അപ്പമാക്കിത്താ. കർത്താവ് ഉടനെ അപ്പമായിട്ടെന്ന് പറഞ്ഞില്ല, ഞാൻ ദൈവമാടാ ഇപ്പോൾ അപ്പാക്കാന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് ചിരിച്ചോണ്ട് പറഞ്ഞു, പോടാ പിശാചേ. സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ഭൂമി വന്ന് എന്തിനാണെന്നറിയാമോ സാത്താനെ? അപ്പം തിന്ന് വളരുന്നൊരു തലമുറ എഴുന്നേൽപ്പിക്കാനല്ല, വചനം തിന്നു വളരുന്നൊരു തലമുറ. ഇരമ്യാവ് പറയാം, നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇവിടെ വ്യാപരിക്കുന്ന സ്ട്രെങ്ത് എന്താണെന്നറിയാമോ? ഇവിടെ വ്യാപരിക്കുന്ന കരുത്ത് എന്താണെന്നറിയാമോ? ദൈവവചനത്തിന്റെ ജീവനാണ്. ഓ ഹല്ലേലൂയ. ഒരു ദുഷ്ടശക്തിക്കും അടുക്കാൻ കഴിയാത്ത ആ നിത്യജീവന്റെ മൊഴി. ഓ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങോട്ട് പോകുമെന്നാ. ഹല്ലേലൂയ. ആ പാട്ട് അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ. ആ കൈ രണ്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ടിലെയും പാടാൻ പോവാ. ഹല്ലേലൂയ. നിത്യജീവമൊഴികൾ അങ്ങിലുണ്ടു പരനെ, നിത്യജീവമൊഴികൾ അങ്ങിലുണ്ടു പരനെ, അങ്ങേ വിട്ടിട്ടാടി അങ്ങ് എങ്ങു പോയി വാസിക്കും, അങ്ങേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നമ്മുടെ എല്ലാം നിലനിൽപ്പിന്റെ രഹസ്യം കർത്താവിൽ നിന്ന് ലഭിച്ച നിത്യജീവനത. ഹല്ലേലൂയ. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുക, ചിലർ ചോദിക്കും, നീ ഇത്രയും നാൾ പോയി കൈയടിച്ചിട്ടും നിന്റെ വാടക വീട്ടിൽ നിന്നൊരു സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, നിന്റെ ദൈവം എന്താ ദൈവമാ? എൻ്റെ പൊന്നുമോനെ, എൻ്റെ ദൈവം മാർബിളിൻ്റെ വീട് കൊടുക്കുന്ന ദൈവം മാത്രമല്ല, എൻ്റെ ദൈവം നിത്യജീവൻ കൊടുക്കുന്നവനാ. ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്നത് കാറ് തന്നുകൊണ്ടല്ല, വീട് തന്നുകൊണ്ടല്ല, ദൈവത്തിന് സ്തോത്രം, പണം തന്നുകൊണ്ടല്ല. ഞങ്ങൾ സേവിക്കുന്നത് ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ആ നിത്യജീവൻ. ഓ, എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ഒരാൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ നിത്യജീവന് അവകാശിയാകുക. അന്നേരം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കാം, ആരെങ്കിലും നിത്യജീവന് അവകാശി അല്ലെങ്കിൽ ഇന്ന് നിത്യജീവന് അവകാശിയായി മാറണം. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, സ്തോത്രം, കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് ഓടാൻ തീരുമാനിച്ച പലരും പിന്മാറി പുറകോട്ട് പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ദൈവകൃപയിൽ നമ്മുടെ ഇടയിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരാള്
കഴിഞ്ഞ ദിവസം ശാസ്ത്ര ലോഡിൽ ഞാൻ വണ്ടി ഓടിച്ചിറങ്ങി വരുമ്പോൾ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കൂടെ ആടി പോയിട്ട് ആടി നിന്ന് പ്രൈസല്ലോ മിണ്ടുന്നില്ല. നല്ല കൃപയിൽ നിന്നയാളാ പിന്മാറിപ്പോയി. ശ്രദ്ധിച്ചു കേൾക്കണം, കൃപയിൽ നിൽക്കുന്നത് നല്ലതാണ്, പിന്മാറ്റം വരാതെ സൂക്ഷിച്ചോണം. സ്തോത്രം. ഈ ചിലർ പല പല ന്യായമാ പറയും. ഒരാൾ പറഞ്ഞു, ഞാൻ അപ്പനെ കൂടെ നടക്കി കഴിഞ്ഞാൽ ഉടനെ ഞാൻ സ്നാനപ്പെടുമെന്ന് പറഞ്ഞു. അപ്പനാന്ന് 93 വയസ്സായിട്ട് മരിക്കുന്നുമില്ല, വേണമെങ്കിൽ മരിക്കത്തുമില്ല. അവിടെ മിണ്ടുന്നില്ല. ചിലർ പറയും, എൻ്റെ അപ്പൻ ആ വീതം കൂടെ ഒന്ന് എഴുതി തന്നാൽ പിറ്റേ ആഴ്ച ഞാൻ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുക. ഇവിടുത്തെ കാര്യമല്ല, സഭയിൽ. ഞാൻ എല്ലാവരുടെയും കൂടെ കാര്യമാണ് പറഞ്ഞാൽ, ഈ ചർച്ചിലെ കാര്യമൊന്നുമല്ല പറഞ്ഞു. ഈ കർത്താവ് ഒരിക്കല് ഒരാളോട് പറഞ്ഞു, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാം, 9-ാം അധ്യായം എടുക്കാം, 59-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ആമേൻ. ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ. വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഒരു കർത്താവിനുള്ളവർ പറഞ്ഞു, നീ എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. നിന്നെ എനിക്ക് ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട്, നിന്നെ സ്തോത്രം കേരളക്കര ഇളക്കാൻ ആവശ്യമുണ്ട്, ഒരു റിവൈവലിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആവശ്യമുണ്ട് പറഞ്ഞു. കർത്താവ്, അതൊക്കെ ശരിയാണ്, പക്ഷേ അപ്പന് വലിച്ചു കിടക്കുക, പുള്ളി ഒന്ന് അടക്കാനായിട്ട്. സ്തോത്രം. ഇപ്പം എത്ര കൊല്ലമായി അടക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക? 7 കൊല്ലമായി. ഇനി 7 കൂടി ഇരുന്നാലും മരിക്കുകയല്ല. വേണ്ടുന്നില്ല. ഉടനെ കർത്താവ് കൊടുത്ത മറുപടി അവരോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഈ കർത്താവിന്റെ മറുപടി കൃത്യ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. നീയോ പോയി ദൈവരാജ്യം അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുന്ന ആരേനോണ്ട് നിന്നോടാ ദൂത്. നിന്റെ മേൽ വേലയുടെ വിളിയുണ്ടെങ്കിൽ നീ ഇന്തോനേഷ്യ പോയാലും നിന്നെ അവിടുന്ന് പോക്കും. കേട്ടോ, മിണ്ടുന്നില്ല. പണ്ട് ഞാനൊരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ? ഏത് കമ്പനി കയറിയാലും അതെല്ലാം പൂട്ടുക. ഇപ്പം 6 കമ്പനി പൂട്ടി, 7-ാമത്തെ കമ്പനിയിലാണ് ഇപ്പം നിൽക്കുന്നത്, അതും പൂട്ടാറായി. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇവൻ വേലയ്ക്കുള്ളവനാ, ഇവൻ ഏത് കമ്പനി കയറിയാലും പൂട്ടും. ഞാൻ പറഞ്ഞാടാ ചെറുക്കാ, നാട്ടിലെങ്ങാനും പോവും, ഉള്ള കമ്പനിയെല്ലാം പൂട്ടിക്കാതെ. സ്വതന്ത്രം. കപ്പലിൽ ആര് കയറിയാലും കുഴപ്പമില്ല, യോന കയറിയ പ്രശ്നം ഓർത്തോണം. യോന ഭയങ്കര സാക്ഷിയൊക്കെ പറഞ്ഞോണ്ടാ കപ്പലെ കയറുന്നു. അന്ന് വരെ അടിക്കാത്ത കാറ്റ് കപ്പലിന് ആഞ്ഞടിച്ചു. പുള്ളി അടിത്തട്ടി പോയി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുക. കപ്പൽ പ്രമാണി നോക്കിയപ്പം മുസൽമാൻ അവന്റെ ദൈവത്തെ വിളിക്കുന്നു, ഹിന്ദു അവന്റെ ദൈവത്തെ വിളിക്കുന്നു, ക്രിസ്ത്യാനി അവന്റെ ദൈവത്തെ വിളിക്കുന്നു, പെന്തിക്കോസുകാർ അവരുടെ. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ, എല്ലാവരും വിളിക്കുമ്പോ ഇവൻ മാത്രം ഉറക്കോ. പുള്ളി പറയുന്നേ, കഴിഞ്ഞ ദീർഘവർഷമായിട്ട് ഉറക്കം കേട്ടിട്ടില്ല ഇതുപോലൊരു ഉറക്കം. തട്ടി ഉണർത്തി, നീ ഏത് ഗ്രൂപ്പാ? പറഞ്ഞു, ഞാൻ കടലിനെ കരയെ ഉണ്ടാക്കിയ യഹോവയെ പൂജിക്കുന്നവനാ. എന്തായാലും ചീട്ടിടട്ടെ, പിന്നെ ഞങ്ങൾ തീരുമാനിക്കാം, നീയാന്നോ പ്രശ്നം വന്നു. ചീട്ടിട്ട സൂക്ഷം ചീട്ട് ആർക്ക് വീണു? അവനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിന്നെ ഈ കപ്പലെ ഞാൻ കൊണ്ടുപോകല. അതെന്നാ കാര്യം? നിന്നെ കടലിലെറിയാൻ പോവാ. അയ്യോ, കടലില് എറിയല്ലേ? പിന്നെ യോനാൻ തന്നെ പറഞ്ഞു, എറിഞ്ഞോ, ഞാൻ തന്നെയാ കുഴപ്പക്കാരനെന്ന് പറഞ്ഞു. ഈ ചിലർക്കറിയാം ചില കുഴപ്പങ്ങളുടെ കാര്യക്കാരൻ നിങ്ങൾ തന്നെയാന്ന്. പിന്നെ നമ്മൾ ജീവനുണ്ടെങ്കിൽ അത് സമ്മതിക്കുകയല്ല. ഇന്നേലും അങ്ങ് സമ്മതിയരുത്, നീ ആ കുഴപ്പക്കാരൻ. നിന്റെ വീട്ടിൽ ഈ പടകം മുഴുവൻ ഒലയ്ക്കുന്ന ഒറ്റ കുഴപ്പക്കാരനാ. അവിടെ മിണ്ടുന്നില്ലല്ലോ. ചില വീട്ടിൽ ഒരാളാ കുഴപ്പക്കാരൻ, 2 പേരിൽ ഒരാൾ. അയാളിങ്ങനെ കിച്ചണിലോട്ട് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കും, അവളെ ഇവിടെ വാഴിക്കരുത്, ഇളക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച, ഇവനെ പിടിച്ച് വെള്ളത്തിലിട്ട്. ദൈവം ഒരു കടലാമയോട് പറഞ്ഞു, ഇവനെ അന്നേരം വിഴുങ്ങിയേക്കണമെന്ന് പറഞ്ഞു. വിഴുങ്ങുന്നതിന് മുമ്പ് ഈ കടലാമയുടെ വയറ്റിലെ ദഹനേന്ദ്രിയങ്ങളെയൊക്കെ ദൈവം ബ്ലോക്ക് ചെയ്തു. കാര്യം അല്ലേ പുള്ളി ഇറങ്ങത്തില്ല. ചിലർ അല്പനാലം കാണാനില്ലേലും അല്പം കഴിയുമ്പോൾ വേല കാണാം. സ്തോത്രം. ആരെങ്കിലും വഴിവിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. കർത്താവിന് നിന്നെ വേണം, കർത്താവിന് നിന്നെ വേണം, കർത്താവിന് നിന്നെ വേണം. എത്ര പേര് കർത്താവിന് നിന്നെ വേണം? എത്ര പേര് പറയും കർത്താവിന് നിന്നെ? വിടിരിക്കുന്ന ചിലരോടൊക്കെ ദൈവം പ്രവചിച്ച് പറയാം, ദൈവത്തിന് നിന്നെ വേണം, ദൈവത്തിന് നിന്നെ വേണം. ഉടനെ അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്തോളൂ, കർത്താവിന് നിന്നെ വേണമെന്ന് പറഞ്ഞു. വേലയ്ക്ക് വിളിയുള്ളവര്
വേലയല്ലാതെ വേറെ എന്ത് ചെയ്താലും ശോഭിക്കത്തില്ല. അടുത്തൊരാളോട് കർത്താവ്, അതിന് താഴത്തെ വാക്യത്തിൽ അടുത്തൊരാളോട് കർത്താവ് പറയുകയാണ്, മറ്റൊരുത്തൻ, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൂടുതലൊന്നും വേണ്ട, ഉടനെ ഞങ്ങളുടെ വീട്ടിലൊരു യാത്രയെ പോക്കും. അതിനകത്ത് പോയി എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് എല്ലാവർക്കും ഒരു ഫുഡും ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് തന്നെ അങ്ങയുടെ പുറകെ വരാൻ വിടും. അടുത്തൂടെ പറ. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം, ഉടനെ കർത്താവ് പറയടാ, കലപ്പയ്ക്ക് കൈവച്ചേച്ച് പുറകോട്ട് നോക്കുന്നവൻ ഈ യാത്രയപ്പം ബൊക്കെ മായ്ക്കാൻ പോയാ ആരും ദൈവരാജ്യത്തിന് ദൈവരാജ്യത്തിന് കൊള്ളുകയില്ല. നിന്നെ പലതിനും കൊള്ളാം, നിങ്ങൾ വേണം, പക്ഷെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാ, ഈ കർത്താവിനെ ഒരാൾ സേവിക്കാൻ ഇറങ്ങിയാൽ പലതും വിട്ടിട്ടാ വരുന്നത്, അല്ലെ? അബ്രഹാമിനോട് പറയുമ്പോൾ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ എടുക്ക്. അവര് കുറച്ചുപേര് ഇരുന്ന് തപ്പുന്നു. സ്തോത്രം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. ഇതാ ദൈവശബ്ദം. ദൈവത്തിന്റെ പുറകെ ഇറങ്ങുമ്പോൾ ചിലതൊക്കെ വിടണം. ചിലരാന്നെ ഇറങ്ങിയാലും വിടുകയില്ല. വിട്ടുന്നില്ല. എന്തോ എങ്ങനെ കളയുന്ന ഇരുന്നോട്ട് നമ്മുടെ പേരൂടെ അവിടെ മിണ്ടുന്നില്ല. ചിലരുടെ ആരാധന ഒരിടത്തും അടക്കം വേറൊരിടത്തും ആയിരിക്കും. ഇവിടെ അല്ല, എല്ലാവരും ഉണ്ട്, നിന്നോട് പോ, ഞങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ അടക്കം മാത്രം. അപ്പൊ ഈ കാഹള ഊതുമ്പോ കർത്താവ് എന്നാ വിചാരിക്കും അറിയത്തില്ല. പോട്ടെ, ഞാൻ ആ ഭാഗത്തൊന്നും വരുന്നില്ല, ഞാൻ പോയ വലിയ അപകട പ്രശ്നമാവുകൊണ്ടാണ് ഇവിടെ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പൊ വിടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് വായിച്ചേ, എന്തൊക്കെ വിടണം? നീ നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ, അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്ത് എല്ലാം വിട്ടോന്നൊന്ന് ചോദിച്ചു. അല്ല, പുറകിലൊന്നും അനങ്ങുന്നില്ല. എന്റെ പൊന്നാന്റി ഒന്ന് കൈ കൊടുത്ത് എല്ലാം വിട്ടോന്ന് ചോദിര്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിക്കുന്ന ദേശത്തേക്ക് പോകാം. നീ പോകാൻ പോകുന്നത് ആരും കാണാത്തൊരു ദേശമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ വിട്ടിറങ്ങിയാൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, വഴിത്തലയ്ക്കൽ ഉപേക്ഷിക്കുകയല്ല. ആമീൻ. അവൻ നിന്നെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. വിട്ടിറങ്ങിയ നിനക്ക് തോന്നും പരാജയമാണ്. അല്ല അല്ല അല്ല, വിട്ടിറങ്ങിയത് പരാജയമല്ല, വിട്ടിറങ്ങിയത് ദൈവഹിതമാണ്. ഈ പുറകോട്ട് നോക്കാൻ ഒത്തിരി കാരണമുണ്ട്, മുമ്പോട്ട് പോകാൻ ഒത്തിരി കാരണമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. ലോത്തിനെയും ഭാര്യയും കൂടെ പിടിച്ച് വെളിയിറക്കി വെച്ച് പറഞ്ഞു, പുറകോട്ട് നോക്കൽ, മുന്നോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ വണ്ടിയുടെ പ്രത്യേകത റിവേഴ്സ് ഗിയർ ഇല്ല. എന്തോ ഇല്ല ഒന്ന് പറഞ്ഞു. റിവേഴ്സ് ഗിയർ ഇല്ല. റിവേഴ്സ് ഗിയറുള്ള ആരെങ്കിലും ഇരിപ്പുണ്ട്, ഇന്ന് ആ ഗിയർ ഓടിച്ചിട്ടേ ഇവിടുന്ന് വിടത്തുള്ളൂ. ദൈവത്തിന്റെ വണ്ടിക്ക് എന്തില്ല? പിറകോട്ടില്ല, മുന്നോട്ടേ ഉള്ളൂ. ഒരാമയും വരുന്നില്ല. നിന്നെ പുറകോട്ട് കൊണ്ടുപോകാൻ പലരും നോക്കുന്നു, പക്ഷേ നിന്റെ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. നിന്റെ വണ്ടി മുന്നോട്ടേ കുതിക്കൂ. ആരെല്ലാം വിടത്തില്ലെന്ന് പറഞ്ഞാലും നിനക്കൊരു കുതിച്ചുചാട്ടമുണ്ട്. വിശ്വാസമുള്ളൊരു സ്തോത്രം ചെയ്യുക. ജീസസ്. പലരും വിട്ടുപോകുന്നു, നീ വിട്ടുപോകുമല്ല, ചേർന്ന് നിൽക്കുകയാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ലോത്തിന്റെ ഈ ഭാര്യയ്ക്ക് വിശ്വാസം ഉള്ള പോലെ ഭർത്താവിന് വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടോ? പറ. ഭർത്താവിന് വിശ്വാസം ഉള്ള പോലെ ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്ന് മിണ്ടുന്നില്ല. ഇപ്പൊ ചില വീട്ടിലെ ഭർത്താവിന് ഭയങ്കര വിശ്വാസം, ഭാര്യയ്ക്ക് ഒട്ടും വിശ്വാസമില്ല. വരുന്നേ ഉള്ളൂ. ചമ്മൻ്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓണൊക്കെ അടിക്കുമ്പം നിൽക്കും മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ കെട്ടി ചുറ്റി ഒരു വിധത്തിൽ കൂടെ കയറ്റി ഓരോ ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന ഓർത്ത. എന്താ ബ്രദറെ, അവാർഡ് കൊടുക്കണം.
ചില ഭാര്യമാർ ഭർത്താക്കന്മാർ ഒട്ടും വിശ്വാസമില്ല. അവർ പറഞ്ഞു രാവിലെ വണ്ടി ഒന്ന് തുറന്നിടട്ടെ, 8:30 ഓൻ തുടങ്ങി, 9 മണിയായപ്പോഴാണ് വണ്ടി തുറന്നിരുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞു ഇച്ചിരി എയർ കുറവുണ്ട്, കവലയിൽ പോയി അടിച്ചിട്ട് വരട്ടെ. എന്നാൽ പിന്നെ പുള്ളിക്കാരത്തെ കൂടെ കയറ്റിക്കൊണ്ട് പോയി അടിച്ചിട്ടങ്ങ് പോയാൽ പോരെ. അല്ല, ഇച്ചിരി താമസിപ്പിക്കാമല്ലോ. എല്ലാം കഴിഞ്ഞ് 12:10 വന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അപ്പം ആ പുള്ളി മിടുക്കൻ ആശീർവാദത്തിൻ്റെ അനുഗ്രഹം കിട്ടിയല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാനൊരു വലിയ കാര്യത്തിലോട്ടാണ് വരുന്നത്. ഈ ലോത്തിൻ്റെ വീട്ടിൽ ലോത്തിനാണോ കൂടുതൽ വിശ്വാസം, ലോത്തിൻ്റെ ഭാര്യയ്ക്കാണോ? പറ, ഒന്ന് ഉറക്കെ പറ. തെറ്റട്ടെ, ലോത്തിനാ. ഈ പുള്ളിക്കാരത്തി പുറകോട്ട് നോക്കാൻ ഒത്തിരി കാരണമുണ്ട്. സ്തോത്രം. ഈ ലോത്തിന് ദൈവത്തെ പേടിയായോണ്ട് ആഗ്രഹം ഉണ്ടേലും അതൊക്കെ മരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ പിടിച്ചപ്പോഴേ പറഞ്ഞു, ദൂതു മറക്കരുത്, പുറകോട്ട് നോക്കരുത്, നോക്കിയാൽ ഞാൻ ഇട്ടേച്ചു എന്നെ. ഇതൊക്കെ എവിടാ പുസ്തകത്തിൽ? അതും ചൊവ്വ വായിക്കാഞ്ഞിട്ടാ. മനസ്സിരുത്തി വായിച്ചാൽ നിന്റെ ചരിത്രം എഴുതിയേക്കുന്നത് കണ്ട. മിണ്ടുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ ഓടുന്നതിനിടയിൽ പുള്ളിക്കാരത്തി മനസ്സിൽ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ സ്ത്രീകളല്ലയോ, സ്തോത്രം, അമ്മയെന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി വിലയുണ്ടല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരത്തി ഒന്ന് തിരിഞ്ഞ് ഈ ലോത്തിന് കയ്യെ പിടിച്ചപ്പോൾ ഉപ്പുചാക്ക് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ലോത്തിന് മനസ്സിലായി, നോക്കണ്ട, അവിടെ കാര്യം തീർന്നു. പക്ഷെ അവൻ ഓടി. കേട്ടോ, വിളി കേട്ടവർക്കെല്ലാം മുന്നോട്ടോടാനാ വിളി, മുന്നോട്ടോടാനാ. അറച്ചു നിൽക്കുന്ന ചിലരോട് ദൈവം പറയുക, പുറകോട്ട് നോക്കരുത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ എൻ്റെ രാജ്യത്തിന് കൊള്ളുകയില്ല. മുന്നോട്ടോട്. പത്രോസെ, കൂടുള്ളവരെല്ലാം വിട്ടുപോകും, നീ വിടരുത്. കാരണം നിത്യജീവന്റെ മൊഴികൾ. മനസ്സിലായവരോട് സ്തോത്രം ചെയ്യുക. ഇച്ചിരുടെ ഗഹനായിട്ട് വാ, ദൂതിന്റെ പ്രധാന ഭാഗത്തോട്ട് വരിക. ഒരിക്കലും ചെങ്കടലിൽ അവിടെയൊക്കെ ചെന്നപ്പോഴേ ഇസ്രായേൽ മക്കളെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഈ നമ്മുടെ ഈ മലയാളിയുടെ പൊതുവെ ഒരു സ്വഭാവമാണ്, എന്തുവാ, തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോൻ എന്ത് ചെയ്യുന്നു? പുറകെ വരുന്നു. പുറകെ ഒരു നെഞ്ചത്തടിക്കുക. മോശെ ഉപദേശിക്കുക, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞാന്നോ ഞങ്ങളെ ഇവിടെ? മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്ന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? മിസ്രൈമർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? നിന്നോട് കാല് പിടിച്ച് ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ എവിടെങ്ങാണ് ഇഷ്ടിക ചുട്ട് തിന്നോളാമെന്ന്, ജീവിച്ചോളാമെന്ന്. നീ ഞങ്ങളെ എല്ലാം വിളിച്ചിറക്കിയച്ച ഇപ്പൊ എന്നാ കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോ, മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. അവിടായിരുന്നു നല്ല ചുറ്റുള്ളി, ചീരുള്ളി, ചുവന്നുള്ളി, വെള്ളരിക്ക, മത്തങ്ങ, ഇറച്ചിക്കലത്തിന് അടുക്കലെടുത്തിയുള്ള ആഹാരം. ഇതൊക്കെ ഓർക്കുമ്പോൾ കൊതി വരിക. ഉടനെ ദൈവം പറയുന്നത് കേട്ടോ, ഉടനെ ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ മോശ ഉദ്ദേശിച്ച് ഒരു ഒറ്റ കരച്ചിലാതി. ഈ മോശയുടെ പ്രത്യേകത എന്താ വന്നാലും ഞാൻ കരയുക. ചില ചോദ്യത്തിൽ എന്നാലും ആ പുള്ളി കരഞ്ഞല്ലോ. നീ കരയിക്കുന്ന നിനക്ക് അത്ര ഗുണത്തിനല്ല. കണ്ടോ, മിണ്ടുന്നില്ല. ആണോ? അല്ല, കരഞ്ഞല്ലോ. മോശയ്ക്ക് കരയാനേ അറിയത്തുള്ളൂ. വെള്ളമില്ലെന്ന് പറഞ്ഞ് ജനമെല്ലാം കല്ലെടുത്ത് ഒരൊറ്റ കരച്ചിൽ. ദൈവം പറഞ്ഞ് കരച്ചിൽ നിർത്തി വടിയെടുത്ത് പാറ കയറി ഒറ്റ അടി അടിക്ക. മിണ്ടുന്നില്ല. കരഞ്ഞപ്പോ ദൈവം മോശയോട് ചോദിക്കാം, എന്തിനാ കരയുന്നേ? മുന്നോട്ട് പോ. പുറകിൽ വരുന്ന ശത്രുവിനെ നോക്കരുത്, മുന്നോട്ട് പോ. ഞാൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാ വിളിച്ചത്. നിന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്തത്, നിന്റെ അപ്പന്റെ കുടുംബത്തിൽ ഇല്ലാത്തത്, നിന്റെ അമ്മയുടെ കുടുംബത്തിൽ ഇല്ലാത്തത് നിന്നിൽ ഉണ്ടാകാൻ മുന്നോട്ട് മൂവ് ചെയ്യ. ഇനി ഒരു ദൂത് ഞാൻ അവിടെ പറയാം. നീ മുന്നോട്ട് പോയാൽ നിന്നെ ഫോളോ ചെയ്യുന്നവന്റെ കാര്യത്തിൽ തമ്പുരാൻ തീരുമാനമുണ്ടാക്കും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവം പറയാ, അറച്ചു നിൽക്കരുത്,
മടിച്ചു നിൽക്കരുത്. ഇറങ്ങിയതായിരിക്കണം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. വഴിത്തലക്കൽ ഉപേക്ഷിക്കുകയില്ല, നരയ്ക്കുവോളം ചുമക്കും. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തു. എന്നോട് ദൈവാത്മാവ് ദൂത് പറയാം, വർഷങ്ങളായി നിന്റെ നന്മയെ അപകരിച്ച് നിന്നെ ഫോളോ ചെയ്യുന്ന ചില ദുർശക്തികളെ കുഴിച്ചു മൂടാൻ സമയമായി. ഓ, തിരിച്ചറിഞ്ഞു. സ്തോത്രം ചെയ്യ. ചില പാരമ്പര്യ ബന്ധനങ്ങൾ നിന്നെ വിടത്തില്ലെന്ന് പറയുന്ന, നിന്റെ നന്മയെ കവർന്നെടുക്കുന്ന ആ ദുഷ്ടശക്തിയെ കുഴിവെട്ടി മൂടാൻ മനസ്സിലായത് വേണം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അമ്മ അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്തു പറ, ശത്രുവിനെ നിഗ്രഹിക്കാൻ പോവാന്ന് പറ. ഇനി ഞാൻ ഒരു വെളിപ്പാടിവിടെ പറയാം. നീ ജനത്തോട് പറ, മോശെ കരയുന്ന എന്തിനാ? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്ന എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ഈ വചനത്തിൽ വിശ്വാസം കൊണ്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, മുന്നോട്ട് പോകാൻ പറ. ഞാൻ പല വർഷം ഡിസംബർ 31 സ്തോത്രം, ജനുവരി 1 കയറുന്ന 12 മണിക്ക് ഈ ഹോളി വെച്ച് നമ്മൾ പറയും, സ്തോത്രം, ഹല്ലേലൂയ പാടിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കണം. എന്തിനാ? ഇന്നലകളിൽ നിന്നെ പരാജയപ്പെടുത്തിയ ശത്രു കാണണം, ഇനി അവൻ മുന്നോട്ടാണ്. ഹോ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറ. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന നീ മുന്നോട്ടാണ്, ആരാധിക്കുന്ന നീ മുന്നോട്ടാണ്, ഉപവസിക്കുന്ന നീ ഞാൻ ചോദിക്കുന്ന ചോദ്യം, കാഴ്ചകൾ കണ്ട് സ്തംഭിതനായി നിന്നാൽ ശത്രു നിന്റെ മുമ്പിൽ കയറും. മറിച്ച് നീ ദൈവശബ്ദത്തിന് മുന്നോട്ട് പോയാൽ നീ ഒന്നും ചെയ്യേണ്ട, ശത്രു നിന്റെ ബാക്കിലാവും. ഒരാമയും വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുക, ആഹാബേ, നിന്റെ കുതിര ഏറ്റവും വലിയ കുതിരയാ, നിന്റെ രഥം ഏറ്റവും വലിയ രഥമാ. പക്ഷേ ഏലിയാവിനെ ദൈവം മുമ്പിൽ ഓടിച്ചാൽ നീ പുറകിലായി പോവും. എന്നോട് ദൈവം പറയുകയാണ്, നിന്നെ വെല്ലുവിളിച്ചവൻ പുറകിലാകും, നിനക്കെതിരെ ആഭിചാരം ചെയ്തവൻ പുറകിൽ. ഹോളി സ്പിരിറ്റ്, ഓ യേശുവിന്റെ നാമത്തില് ചിലതൊക്കെ പുറകിലാകും. നിന്റെ കുടുംബത്തെ തകർത്ത ശക്തി പുറകിലാകും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത ശത്രു പുറകിലാകുമെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? അവൻ എത്ര ശ്രമിച്ചാലും നിന്റെ മുമ്പിൽ വരികയില്ല. കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരയോടുകൂടെ എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്ത് നിർഭയനായിരുന്നാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ചെറിയ കാര്യത്തിൽ ചൂളിപ്പോയാൽ വലിയ കാര്യങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യും? Glory to God. സ്തംഭിതനാകാതെ, സ്റ്റക്കാകാതെ മുന്നോട്ട് നോക്ക്. ഹോ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇച്ചിരി ഗഹനമായ ഒരു ദൂതിലോട്ട് അവിടെ വരണം. അവിടെ ഒരു വെളിപ്പാട് പറയാം. മോശയോട് ദൈവം പറയുക, ജനത്തോട് പറ മുന്നോട്ട് പോകാൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ചെങ്കടലിനകത്ത് തമ്പുരാൻ ഒരു വഴി സൃഷ്ടിക്കുക. ഒരു ആമീൻ പറയാമോ? തടസ്സമെന്ന് ഇന്നലെ വരെ കണ്ട വിഷയത്തിനകത്ത് ഒരു വഴി സൃഷ്ടിക്കപ്പെടും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, എൻ്റെ ആയി എന്ന് ചിലര് പറഞ്ഞു. അല്ല, ഒരു വഴി സൃഷ്ടിക്കപ്പെടാൻ പോവുക. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഒരു വഴി എവിടൊക്കെയോ ദൈവത്തിന്റെ ഇടപെടൽ, എവിടൊക്കെയോ ദൈവത്തിന്റെ ഇടപെടൽ. ഈ പ്രയർ തീരുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ, ഫറവോൻ ഇവിടം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ, മിസ്രൈമെ തകർന്നെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ ഒരു വഴി. സ്തോത്രം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് വിശ്വാസം പറ, നിനക്ക് മുമ്പിൽ ദൈവം കൽപ്പിച്ചൊരു വഴി തുറക്കാൻ പോവാന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. ഒന്നുകൂടെ
കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചേ. വാ തുറന്ന് പറ, ദൈവം നിനക്ക് മുമ്പിൽ കൽപ്പിച്ചൊരു വഴി തുറക്കാൻ പോവാ. പറ, ദൈവം എൻ്റെ മുമ്പിൽ. കോട്ടയത്തുകാർ വാ തുറന്ന് വർത്താനം പറ, ദൈവം എൻ്റെ മുമ്പിൽ. ലൈവിൽ കാണുന്നവർ ടൈപ്പ് ചെയ്ത്, ദൈവം എൻ്റെ മുമ്പിൽ ഒരു വഴി കൽപ്പിച്ചു തുറക്കാൻ പോവാ. നീ എന്റെന്ന് പറഞ്ഞെടുത്ത്, നീ തീർന്നെന്ന് പറഞ്ഞെടുത്ത്, നീ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത്, മരിക്കുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം കൽപ്പിച്ച് യേശുവിന്റെ നാമത്തില്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഈ വചനം കേൾക്കുന്നവര്, ഈ ദൂത് കേൾക്കുന്നവര് സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ. ഗ്ലോറി ടു ഗോഡ്. ഇത് പുറകോട്ട് നോക്കുന്ന കൂട്ടരല്ല, പുറകോട്ട് നോക്കുന്നവരല്ല. ഞങ്ങൾ വിടത്തില്ല. കാര്യം നിത്യജീവ വഴികൾ നിന്നിലുണ്ട്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ആര് പുറകോട്ട് പോയാലും നീ പോയല്ലെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. ആര് പുറകോട്ട് പോയാലും ഞാൻ നിങ്ങളോട് പറയാം, പുറകോട്ട് പോകാൻ ഒത്തിരി കാരണമുണ്ട്, ഒത്തിരി കാരണമുണ്ട്. ചിന്തിച്ചാൽ ഒരു പിടി കാരണമുണ്ട്. മുന്നോട്ട് പോകാൻ ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ അറിയാം. എനിക്ക് യേശുവിനെ അറിയാം. എത്ര പേര് അതിന് ആമീൻ പറയും? ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് അറിയേണ്ടതുപോലെ ക്രിസ്തുവിനെ അറിയുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഗഹനമായ ഭാഗത്തോട്ട് വരിക. ദൈവം അവരുടെ മുമ്പിൽ ഒരു വഴി കൽപ്പിച്ചു തുറന്നു. എഴുതിയിട്ടോ, നിന്റെ റൂട്ട് മാപ്പിൽ ഇന്നടത്ത് ചെല്ലുമ്പം നീ സ്റ്റക്കാകുമെന്ന് ഫറവോൻ അറിയാം. ഫറവോൻ അറിവില്ലാത്ത കാര്യത്തിൽ ദൈവത്തിന് അറിവുണ്ട്. മിണ്ടുന്നില്ല. നീ ബ്ലോക്ക് ആയതിൽ ചിലർ ചിരിക്കുന്നുണ്ട്. ആ ചിരി ഉടനെ വാടും, ആ ചിരി ഉടനെ വാടും. ദൈവം നിനക്ക് മുമ്പിൽ വഴികൾ കൽപ്പിച്ചു. ഹോളി സ്പിരിറ്റ്, ഇതിനകത്തൊരു തീ ആളി കത്തുകയാ. പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്ത് യെസ്, സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോ. എനിക്ക് നിങ്ങൾ കൈയടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എനിക്ക് നിങ്ങൾ കൈയടിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാനൊന്ന് ആത്മാവിൽ കാണുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ദൈവം തുറക്കുന്ന വഴി വേറെ ആർക്കും പ്രയോജനപ്പെടത്തില്ല, നിനക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. മിണ്ടുന്നില്ല. ഞാൻ ഇനി അതിന്റെ വെളിപ്പാട് പറയാം. ആ വഴി ആർക്ക് മാത്രമേ, എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. വേറെ ആർക്കും എന്ത് ചെയ്യത്തില്ല, പ്രയോജനപ്പെടത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു ബോധ്യം തരികയാ. സ്തോത്രം. വഴി തുറന്നിട്ടേക്കുക, ആർക്ക് വേണേലും കയറാം. പക്ഷേ ദൈവജനം മാത്രമേ മറുകര കാണൂ. ഒരാമയും വരുന്നില്ല. നീ പോകുന്ന വഴിയെ കൂടെ നിന്റെ ശത്രുവിന് വരാൻ പറ്റുകയില്ല. കാരണം അത് നിനക്ക് വേണ്ടി മാത്രം തുറന്ന വഴിയാ. ഗ്ലോറി ടു ഗോഡ്. എന്നോട് ദൈവം പറയാം, നിന്റെ ശത്രു നോക്കി നിൽക്കേ, നിനക്ക് വേണ്ടി ചിലത് കൽപ്പിച്ചു തുറക്കും. 23 സങ്കീർത്തനം, ശത്രുക്കളുടെ മുൻപിൽ അവൻ നിനക്ക് വിരുന്നൊരുക്കും. വിശ്വാസമുള്ള ഒരു സ്തോത്രം ചെയ്തു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അടുത്തിരിക്കുന്നവർക്ക് അത് കൈ കൊടുത്ത് പറ, ദൈവം ചിലതൊക്കെ കൽപ്പിച്ചു തുറക്കാൻ പോവാന്ന് പറ. അടുത്ത 7 ദിവസം നിനക്ക് വേണ്ടി ചിലത് കൽപ്പിക്കും. ചെങ്കടല് പിളന്ന പോലെ നിന്റെ വഴി പിളന്നു വരും. നീ സ്തോത്രം പറഞ്ഞ് അതിൽ കൂടെ നടക്കും. നിന്റെ ശത്രുവിന് ഇനിയും നിന്റെ പുറകെ വരാൻ പറ്റുകയില്ല, 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 പറ്റുകയില്ല. യെസ്, വരികയില്ല. ഹോളി സ്പിരിറ്റ് വിളി കേട്ട നീ മുന്നോട്ട് പോ. ഒരു പാരമ്പര്യവും ഇല്ല, 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 ഇല്ല. സംതിങ് ഹാപ്പൻഡ്. ഇന്നിവിടെ എന്തോ നടന്നു കഴിഞ്ഞു. വിശ്വാസമുള്ളൊരു സ്തോത്രം ചെയ്യണം. ഒന്ന് നെഞ്ചത്ത് കൈ വെച്ച് പറ, ഞാൻ മുന്നോട്ട് പോകാൻ പോവാന്ന് പറ. ഞാൻ വീണ്ടും പറയുന്നു, പുറകോട്ട് നോക്കരുത്. പുറകിൽ പരാജയമാണ്.
പുറകിൽ ശത്രുവാ, പുറകിൽ നിന്നെ കൊല്ലുമെന്ന് പറയുക, പുറകിൽ നിന്നെ തകർക്കുമെന്ന് പറയുക, പിന്തുടരും, പിടിക്കും, വാളൂരും, വെട്ടും ശത്രു പറയുക. നീ അത് കേൾക്കരുത്. നീ മുന്നോട്ട് പോകാൻ പറയുന്ന ഒരൊറ്റ ശബ്ദം, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാ. ഒരാമയും വരുന്നില്ല. തിരിഞ്ഞു നോക്കരുത്. ശത്രു എന്തോ ചെയ്യുന്നത് നോക്കരുത്. മന്ത്രവാദി എന്ത് ചെയ്യുന്നത് നോക്കരുത്. എതിരാളി എന്ത് പറയുന്നത് നോക്കരുത്. അവർ പറഞ്ഞോട്ടെ, അവർ ചെയ്തോട്ടെ, അവർ പ്രവർത്തിച്ചോട്ടെ, അവർ മന്ത്രം ചെയ്തോട്ടെ, പേടിക്കരുത്. നീ മുന്നോട്ട് പോ. കാരണം നീ പുറകുന്നത് നിത്യജീവ മൊഴിയുടെ പുറകിലാണ്. ഓ, യേശുവിന്റെ നാമത്തിന് കണ്ടോ, ഈ ഹോളിനകത്ത് അസാധാരണ ദൈവശക്തി വ്യാപരിക്കുന്നു. പുറകിലൂടെ കടത്തെ നോക്കരുത്, പുറകിലുള്ള രോഗത്തെ നോക്കരുത്, ക്യാൻസർ നോക്കരുത്, ട്യൂമർ നോക്കരുത്. തമ്പുരാൻ നിനക്ക് കൽപ്പിക്കാൻ പോവാ വഴി. ഓ ഓ ഓ അസാധാരണ ദൈവകൃപ വ്യാപരിക്കുന്ന ഈ മീറ്റിംഗിനകത്ത് ചിലരോട് ഞാൻ പ്രവചിക്കുന്നു, പുറകോട്ട് നോക്കരുത്, മുന്നോട്ട് പോ. സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു, മുന്നോട്ട് പോ. നീ മുന്നോട്ട് ദൃഷ്ടി വെക്ക. ഇന്ന് തൊട്ട് മുന്നോട്ട്. കണ്ടോ, ചിലരുടെ മേൽ അസാധാരണ ദൈവകൃപ. തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്കറിയാം ഇത് പരാജയമല്ല. നിന്നെ സ്റ്റക്കാക്കാൻ, മരവിപ്പിക്കാൻ, ബന്ധിക്കാൻ, തകർക്കുവാൻ ശത്രു നോക്കുന്നു. അരുത്, മുന്നോട്ട് പോ. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, അറയ്ക്കാതെ മുന്നോട്ട് പോ. ശത്രു നിന്റെ പുറകിലാകും. ഞാൻ ആശയത്തിലോട്ട് വരിക. ആ ആശയമാണ് നിങ്ങളോട് പറയാനായിട്ട് വരുന്നത്. ജീസസ് പിന്മാറരുത്. ഇബ്രാഹിം ലേഖനകർത്താവ് പറയും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീ എങ്ങനെ ജീവിക്കുവാടാ? വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിലോ, ഹീബ്രു ചാപ്റ്റർ 10 വേഴ്സ് 38 വായിച്ചു കേൾക്കാം. ദൂത് വചനം കൂടെ കേട്ടുപോകാം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, വിശ്വാസത്താൽ ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കും? 10 കോടി രൂപ ബാങ്കിലിട്ടല്ല. എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. എങ്ങനെ ജീവിക്കും മോളെ? വിശ്വാസത്താൽ. ഹല്ലേലൂയ. എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, വിശ്വാസത്താൽ ജീവിക്കണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പിന്മാറുന്ന ഒരുത്തനിലും ദൈവത്തിന് പ്രസാദമില്ല. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചെറിയ പിന്മാറ്റമെങ്കിലും നിന്നിലുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറയാം, ഒട്ടും പിന്മാറില്ലെന്ന് പറ. പിന്മാറരുത്. കാര്യം നീ പിന്മാറിയാൽ ദൈവത്തിനുള്ളിൽ പ്രസാദമില്ല. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നാശത്തിലേക്ക്. വചനം നിങ്ങളുടെ അകത്ത് കയറണം. നാമോ നാശത്തിലേക്ക് നാശത്തിലേക്ക്, പാപത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ വിശ്വസിച്ച്. അപ്പൊ എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? നുറക്കെ പറഞ്ഞ് എങ്ങനെയാ ജീവിക്കുന്നേ? വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. നമുക്ക് പത്രോസിനോട് കർത്താവ് പറയാ, നിങ്ങളും പോകുന്നോ? പത്രോസ് പറയാ, കർത്താവേ ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. സ്തോത്രം. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, കാറ് കിട്ടിയോണ്ടും വീട് കിട്ടിയോണ്ടും അല്ല നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. ആർക്കും തരാൻ കഴിയാത്ത നിത്യജീവന്റെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഒന്ന് എടുത്തേ. 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും
അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. സർവ്വജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഏക സത്യദൈവമായ നിന്നെയും ഏക സത്യ ദൈവമായ നിന്നിൽ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഏക സത്യ ദൈവമായ നിന്നെ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്നറിയാമോ? ഏക സത്യ ദൈവമായ യേശുവിനെ അല്ലെങ്കിൽ പിതാവിനെ അറിയുന്നതാണ് നിത്യജീവൻ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്നാണ്. 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എന്ന് വായിക്കാം. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ഞാൻ പറയാം, ആടുകളുടെ പ്രത്യേകത ഇടയന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നതാണ്. ഞാൻ അവയെ അറിയുക. നാട്ടുകാരുടെ ശബ്ദം കേട്ടല്ല ആട് ജീവിക്കുന്നത്. ആണോ? നാട്ടുകാർ ആടെ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ ചില ആൾക്കാർ വടിയും കൊണ്ട്, ചില ഇടയന്മാരല്ലാത്ത ചിലര് വടിയുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നടത്തൂടെ കൊണ്ടുപോകണം. അവർ പറയുന്ന ഒരു വാക്കും കേൾക്കല്ലേ. കണ്ടോ, മിണ്ടുന്നില്ല. ഞങ്ങൾ പറയാം നിങ്ങളുടെ ആത്മീകം എങ്ങനെ വേണമെന്ന്. അത് അവർ പറയണ്ട, അത് അവരവരുടെ ഭാര്യയോട് പോയി പറയണ്ട. സ്തോത്രം. ഇടയന്റെ ശബ്ദം കേട്ട് വളരുന്നവരാടുകൾ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. കണ്ടോ, നിന്നെ അറിയുന്ന ഒരു ഇടയൻ. നീ ദൈവത്തെ അറിയുക മാത്രമല്ല, ദൈവം നിന്നെയും അറിയുന്നുണ്ട്. നിനക്ക് യേശുവിനെ അറിയാമെന്ന് പറയുന്ന ഒരു കൈവക്കിക്ക്, കൈ താത്തിട്ട്. യേശുവിനെ നിന്നെ അറിയാമെന്ന് പറയുന്ന ഒരു കൈവക്കിക്ക്. കണ്ടോ, പകുതി കയ്യാ പോകും. നമുക്ക് യേശുവിനെ അറിയാം, യേശുവിനെ നിങ്ങളെ അറിയാവോ? ഈ ലാസർ ദീനമായി കിടക്കുമ്പോഴേ ഒരാളി ഒന്ന് പറയുക, കർത്താവേ, അങ്ങ് കൂടെ പോകുമ്പം ആ ബെഥാന്യ വഴി പോകുന്നത് ഓർമ്മയുണ്ടോ? അവിടെ മാർത്തയ്ക്കും മറിയയ്ക്കും ഒരു ലാസർ എന്ന് പറയുന്ന സഹോദരനുള്ള ഓർമ്മയുണ്ടോ? ഇന്നാളി വന്നപ്പം അവനാണ് അപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ വിളമ്പി തന്നെ. ഓർക്കുന്നുണ്ടോ? ആ മീശയില്ലാത്ത ഒത്തിരി വർത്താനം പറയാത്ത ആ പുള്ളി ഓർമ്മയുണ്ടോ? എന്നല്ല. ആണോ? നിനക്ക് പ്രിയനായവൻ ബെഥാനിയേല് എത്രയോ പേരുണ്ട്. പക്ഷെ കർത്താവിന് പ്രിയൻ ഒരാള്. 12 ശിഷ്യന്മാര് കൂടെ നിൽക്കുക, യൂദായി നിൽക്കുക. കർത്താവ് പറയാ, പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, വാ, നമുക്ക് ഈ മരിച്ചു കിടക്കുന്ന കൊച്ചിനെ ഒന്ന് ഉയർപ്പിക്കണം. നമുക്ക് വാ. മറ്റോരോ, നിങ്ങൾ വരണ്ട, നിങ്ങൾ വാർത്തിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ശിഷ്യന്മാർക്ക് കർത്താവ് എന്തോ ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമെന്നറിയാമോ? കർത്താവ് പ്രാർത്ഥിക്കുന്ന ഇഷ്ടം. കാരണം ഒരു 6-7 മണിക്കൂർ ഉറങ്ങാം. ആര് പ്രാർത്ഥിക്കുന്ന സമയത്താ? ഈ ഉറങ്ങാനായിട്ടൊക്കെ വിളിയുള്ളവരുണ്ട്. എപ്പോഴും ഉറക്കമോ. ചില രാത്രി 9 മണിക്കാ കിടന്നതാ, 7 എഴുന്നേറ്റ് പിന്നെയും കസാര വന്നിരുന്നുകൊണ്ട് അതിൻ്റെ കൂടെ മോൻ വെച്ച് ഭയങ്കര ക്ഷീണമില്ലാത്ത എന്നാ ഉള്ളത്. എന്നിട്ട് ചായയൊക്കെ കൊടുത്തു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. വെള്ളയപ്പം മുട്ടക്കറി. അത് കഴിച്ചേച്ച് നോക്കിയപ്പം കട്ടയിലോട്ട് കിടക്കുന്നേ കണ്ടു. 12 ചെന്ന് വിളിക്കുക, എൻ്റെ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയി. ചില അമ്മമാർക്കും അപ്പന്മാർക്കും കുഴപ്പമുണ്ട്. രാത്രി 9 കടന്നവൻ നേരം വെളുക്കം വരെ ഉറങ്ങിയേച്ച് ഇപ്പം കൊച്ചു ക്ഷീണിച്ചെന്ന് പറഞ്ഞ് 12 കൊടുക്കുക എനിക്ക് ഫുഡ്. അത് കഴിച്ചേച്ച് ഇതിലേക്കൂടെ പോയി അടുക്കള കയറി പിന്നെയും കയറി കിടന്ന് ഉറങ്ങി. 4 മണിയാകുമ്പോൾ പരിപ്പടയും കൂടി എന്ന് വിളിക്കുക. കുഞ്ഞ് ദഹിച്ചോ വയറ്റിലെ എല്ലാം. പിന്നെ അവന് 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും 3 പക്കം തോക്കുമ്പം ചട്ടുകം പൊള്ളിപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രമൊക്കെ പോയോ? ഞാൻ മുമ്പേ പറഞ്ഞവരോട് തന്നെയല്ലേ എപ്പോഴും പറയുന്നു. അപ്പം ഞാൻ ഇച്ചോടെ ഗഹനമായിട്ട് ദൂതനെ കൊണ്ടുവരാം. സ്തോത്രം. ഇവിടെ എന്താ പഠിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ചോദ്യം, നിനക്ക് യേശുവിനെ അറിയാം, യേശുവിനെ നിന്നെ അറിയാം?
ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ചോദ്യം, അറിയാവോ? യേശുവിന് നിന്നെ അറിയാവോ? അറിയാവുന്ന നിനക്ക് എങ്ങനെ അറിയാം? അനുഭവത്തിൽ കൂടെ. പലരും വന്നു നിന്നോട് കരഞ്ഞ് പരാതി പറയുമ്പോൾ നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ, നിന്റെ കൂടെ പഠിച്ചവരും കൂടെ കളിച്ചവരും കൂടെ നടന്നവരും കൂടെ ചാടിയവരും കൂടെ സ്നേഹിച്ചു വളർന്ന പലരും പരാജയത്തിൻ്റെ പടുകുടി വീണപ്പം നിന്നെ അവിടെ വീഴാതെ കാത്തവ മനസ്സിലായി, യേശുവിനെ അറിയാം. ഞാൻ ഇന്ന് വിളിക്കുന്ന ചിലരോട് ദൂത് പറയാം. പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു വചനം നിന്നെ സ്പർശിച്ചാൽ ഓർത്തോണം, യേശുവിനെ നിന്നെ അറിയാം. നിന്റെ സാഹചര്യം അറിഞ്ഞ് വചനത്തിൽ കൂടെ നിന്നോട് സംസാരിക്കുക.